ഓൾ ഇമോഷൻ വന്നിട്ട് മറ്റേ രംഗൻ വാദിയർ എൻ്റെ ഇവരുടെ ഒരു ഇമോഷനാണ്. സോ അത് ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ മൂമെന്റ്. പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും വന്നിട്ട് അവർക്കൊരു ക്യാരക്ടർ ആർക്ക്, അതിൻ്റെ ഒരു ക്യാരക്ടർ ഡെപ്ത്, എല്ലാ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് പോകുന്ന ക്യാരക്ടേഴ്സ് വെരി വെൽ റിട്ടൺ. മൂവി ഗോപി ഹാസ് റിട്ടൺ ഇറ്റ് വെരി വെൽ ഐ ഫീൽ. എല്ലാ ഇൻപുട്ടും ബാല സാറിന്. സോ ലുക്ക് വൈസ് എല്ലാം ബാല സാർ സെറ്റ് ചെയ്തിട്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ ടു അവർ ബാല സാറിൻ്റെ ഒരു വിഷനാണ്. പ്രൊഡ്യൂസർ ആയത് 2 ഐക്കോണിക് കൊളാബറേഷൻ ആയിരുന്നു, സന്തോഷ് ശിവനായിട്ടുള്ളതും ലിജു സ്പെല്ലിശ്ശേരി ആയിട്ടുള്ളതും. ഇന്റർവെൽ പോയിന്റ് ഈസ് ഹ്യൂജ് ഇൻ ദ ഫിലിം. ഒരു സ്പെഷ്യൽ ഇന്റർവെൽ പോയിന്റ് ആണ്. തർപ്പാട്ടെ 2 എന്നുള്ളത് ഉടനെ ഉണ്ടോ? വെരി ലിറ്റിൽ ഫിലിംസ് now what I saw is all Malayalam films. ആര്യ ഫിഫ ഫോളോ ചെയ്യുന്ന ആളാണോ? ഫുട്ബോൾ കാണാറുണ്ടോ? I am a huge fan of football. So എൻ്റെ favorite person, favorite idol is Cristiano Ronaldo. പോർച്ചുഗൽ ഫാൻ ആണ്. Yeah, so hopefully Portugal will win next time. ക്യൂ സ്റ്റുഡിയോയിൽ ആര്യ, വെൽക്കം. Hi. ഒരു ആക്ടർ എപ്പോഴും വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇയാളുടെ ഒരു വിഷ്വൽ മെമ്മറിയൊക്കെ കണക്ട് ആവുന്നുണ്ടാവാം. നമ്മൾ കണ്ട ഈ 2005 മുതലുള്ള ഫിൽമോഗ്രഫിയിൽ അത്രയധികം സിനിമകൾ, ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ആര്യ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഹുക്ഡ് ആവുന്ന ഒരു വിഷ്വല് മദ്രാസി പട്ടണത്തിലെ 2 പേര് വള്ളത്തിലിരിക്കുന്നു, എന്നിട്ട് ഹൗ ആർ യു എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യും, ഗുഡ് മോർണിംഗ് പറയുന്നത്. എനിക്ക് ആ സീക്വൻസിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ആര്യ എന്നൊരു ഹ്യൂമൻ ബീങ് എഡ്യൂക്കേറ്റഡ് ആണ്, ഇതിനെ പറ്റിയുള്ള നല്ല ധാരണയുണ്ട്, എങ്ങനെ സംസാരിക്കണം എന്നറിയാം. വൺസ് ഈ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ ഇതൊന്നും അറിയില്ല, അയാൾക്ക് എല്ലാം പുതിയതാണ്, പീരിയഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഇയാൾക്ക് ഈ പുള്ളിക്കാരെ ഇംപ്രസ് ചെയ്യണം, അതിനുവേണ്ടി ഇയാൾക്ക് എഫേർട്ടുകൾ, ഈ ആക്ടർ സൈക്കോളജി വർക്ക് ആവുന്നത് ആ സീക്വൻസിന്റെ ഷൂട്ടിംഗ് മൊമെന്റ് എങ്ങനെ റീകളക്ട് ചെയ്യുന്നപ്പോ ഇറ്റ്സ് വെരി നൈസ് തിങ്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ വന്നിട്ട് ഇപ്പോൾ എമി ജാക്സൺ, ആ ക്യാരക്ടർ വന്നിട്ട് എനിക്ക് വേണ്ടി തമിഴ് പഠിക്കും. സോ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പടത്തിൽ ത്രൂ ഔട്ട് വന്നിട്ട് കൊച്ചിൻ അനീഫ ആയിരിക്കും മീഡിയേറ്റർ പോലെ. സോ ഞാൻ സ്വന്തം സംസാരിക്കുന്ന വെച്ച് അത് ചില വേർഡ്സ് പഠിച്ചിട്ട് പോയി ട്രൈ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണത്. സോ പക്ഷെ ആ പഠിച്ച വേർഡ് ഓക്കെ, ബട്ട് അത് എന്താന്നുള്ള മീനിങ് അറിയാത്ത സോ ഒരു ഓഡിയൻസിനും കൺവേ ചെയ്യുന്ന പോലെ ഒരു ആക്ഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ അങ്ങനെ ഹലോ എന്ന് പകരം ഹൗ ആർ യു. സോ ഐ തിങ്ക് ദാറ്റ് വാസ് വെരി സ്വീറ്റ്. സോ മറന്നിട്ട് ഞാൻ I'll be trying to get the third one. So I think that was a very sweet sequence. പിന്നെ ആ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും പീരിയഡ് മൂവി വിത്ത് ലെസ് കെയോസ് മോർ ലവ് ആണല്ലോ. യൂഷ്വലി ഒരു പീരിയഡ് മൂവി നമ്മൾ കാണുന്ന ഫ്രീഡം ഫൈറ്റ്, സ്ട്രഗിള്, അതിന്റെ ഒക്കെ മീറ്റർ വളരെ കുറവും ഈ ലവിലൊരു വെയിറ്റേജും കൊടുക്കുന്നുണ്ട്. ശരിക്കും ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ മദ്രാസി പട്ടണം കരിയറിൽ ഭയങ്കര സ്പെഷ്യൽ പടമല്ലേ? ആക്ടർ പ്രൊഫൈലില് എന്റെ ഫിലിമോഗ്രാഫിയിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം ഓൾസോ. ഈ പീരിയഡ് മൂവി പറഞ്ഞിട്ട് ഉറപ്പായിട്ടും അനന്തങ്കാടിനെ പറ്റി സംസാരിക്കാൻ തോന്നുന്നു. ഏറ്റവും പുതിയ റിലീസായിട്ട് അനന്തങ്കാടാണ് വരുന്നത്. നമുക്ക് കാണുന്ന ഒരു ടീസറാണ്. ഈ ടീസറിൽ ഭയങ്കര സ്പീഡിലാണ് വിഷ്വൽ എല്ലാം പോകുന്നത്, പക്ഷെ ഓരോ പോസ്റ്റിലും നമുക്ക് ഇതിന്റെ സ്കെയിൽ കിട്ടുന്നുണ്ട്. അത്ര ആക്ടേഴ്സ് വരുന്നുണ്ട്. ആര്യ ബാക്ക് ടു മലയാളം. എന്താണ് അനന്തങ്കാട്? സ്പോയിലർ ഫ്രീ ആയിട്ട് ഇപ്പൊ എന്താ പറയാ? സ്പോയിലർ ഈസ് ഒരു പ്രോപ്പർ ഒരു ആക്ഷൻ ഡ്രാമ, ഇമോഷണൽ ആക്ഷൻ ഡ്രാമ ആണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ആക്ഷൻ ഡ്രാമ. സോ അതൊരു ട്രിവാൻഡ്രം സ്റ്റോറി ബേസ് വന്ന് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം ആൻഡ് ഒരു പകുതി കഥ വന്നിട്ട് ട്രിവാൻഡ്രം മറ്റേ കേരള ബോർഡർ, തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്ന ദിണ്ടുക്കൽ അങ്ങനത്തെ ഒരു അവിടെയും നടക്കുന്ന ഒരു കഥയാണ്. അതിൽ ഒരു തമിഴ് ക്യാരക്ടർ, ഇപ്പൊ എൻ്റെ ക്യാരക്ടർ വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നിട്ട് ട്രിവാൻഡ്രം വരുന്നു. സോ അവന്റെ പാസ്റ്റ് എന്താണ്, ഇവരെ സിറ്റുവേഷൻ എന്താണ് ഇവിടെ ട്രിവാൻഡ്രത്ത്, ഇവൻ എങ്ങനെ ഇവരുടെ ലൈഫിൽ വരുന്നത്, ദെൻ വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ ദം, അതിനുശേഷം അവരുടെ ലൈഫ് എങ്ങനെ മാറുന്നത്, ഈ പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പ് എന്താണ്, ഇവരെ എന്ത് കാരണത്തെ കൊണ്ടാണ് ഇവരെ ഇൻഫ്ലുവൻസ് ആകുന്നത്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലീസ്. സോ ഈ പടത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും വന്നിട്ട് അവർക്കൊരു ക്യാരക്ടർ ആർക്ക്, അതിൻ്റെ ഒരു ക്യാരക്ടർ ഡെപ്ത്, എല്ലാ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് പോകുന്ന ക്യാരക്ടേഴ്സ് അല്ല. ഇപ്പോൾ വിജയരാഘവൻ സാർ, ഇന്ദ്രൻ സാർ, മുരളി ഗോപി സാർ, അവർ നല്ലൊരു ക്യാരക്ടർ, ദേവമോഹൻ,
സോ അപ്പാനി ശരത്, ഓൾ ദീസ് ക്യാരക്ടേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്കായാലും ഒരു ക്യാരക്ടർ ആർക്കുണ്ട് പടത്തിൽ. So I think that's very well written. Murli Gopi has written it very well, I feel. So ഒരു പ്രോപ്പർ ഒരു ആക്ഷൻ ഡ്രാമ, ഇമോഷണൽ ആക്ഷൻ ഡ്രാമ ആയിരുന്നു പടം. മലയാളത്തിൽ റിപ്പീറ്റഡ്ലി സിനിമകൾ ചെയ്യുന്ന ആക്ടർ അല്ല, അതിലൊരു ബെസ്റ്റ് പിക്ക് ഉണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ സിനിമയുടെ പാർട്ട് ആവാനായിട്ട്. ഈ അനന്തങ്കാടിന്റെ നരേഷൻ കേൾക്കുന്നത്, ഇതിൽ നമ്മൾ ഇന്നാവുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല, ഉറപ്പായിട്ടൊരു കഥ കേട്ട് നമ്മൾ ഹുക്ക് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും, പിന്നെ നമ്മൾ ഇന്നാവുന്നത്. ആ നരേഷൻ റീകളക്ട് ചെയ്യാൻ പറ്റും, എന്തായിരുന്നു നരേഷൻ? വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഫസ്റ്റ് ഒരു ലൈൻ മാത്രമാണ് പറഞ്ഞത് മുരളി ഗോപി സാർ. പിന്നെ പറഞ്ഞ ഐ ലൈക്ക് ഇറ്റ്. ദെൻ ഈ സെഡ് ഞാൻ ഒരു ഫുൾ സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് ഒരു ഗിവ് മീ സം ടൈം, ഞാൻ കഥ റെഡിയാണെന്ന് പറയാമെന്ന് പറഞ്ഞു. സോ ആഫ്റ്റർ ലൈക്ക് 6-8 months നമ്മൾ മീറ്റ് ചെയ്ത്, ദെൻ ഹി വാസ് നരേറ്റിംഗ് മീ ദ സ്റ്റോറി. സോ ഐ തിങ്ക് ഇന്റർവെൽ പോയിന്റ് ഇസ് ഹ്യൂജ് ഇൻ ദ ഫിലിം. ഒരു സ്പെഷ്യൽ ഇന്റർവെൽ പോയിന്റ് ആണ്. സോ വെൻ അത് കേട്ട ഉടനെ ഐ ന്യൂ ഓക്കെ, ഈ പടം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തി. സോ ഐ തിങ്ക് ദ ഇന്റർവെൽ പോയിന്റ് ഈസ് വെരി ഗുഡ്. അതായത് ഹുക്ക്, ഈ മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്തിട്ടില്ല, ഉറപ്പായിട്ടും മലയാളി ഹോം ഗ്രൗണ്ടിൽ നിന്ന് തമിഴിലെത്തിയ ആളാണ്, തമിഴ് സിനിമകൾ ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ലൈഫിൽ സിനിമ കാണുന്ന സമയങ്ങളിൽ കുഞ്ഞുനാൾ മുതലേ പല ഭാഷകളിലെ സിനിമകൾ കാണുന്നുണ്ട്, പല ജോൺറെ കാണുന്നുണ്ട്. ആര്യയുടെ കോർ മെമ്മറിയിലെ മലയാളം സിനിമ എന്താണ്? അല്ലെങ്കിൽ മലയാളം സിനിമ കൾച്ചർ, വ്യൂവിങ് ആയിരിക്കാം, എന്താ മലയാള സിനിമയെ എപ്പോഴും ഓർത്തെടുക്കാൻ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ ലൈഫിൽ, അതെന്താ ശരിക്കും? ഫ്രാങ്ക്ലി ഞാൻ വന്നിട്ട് ഒരു വലിയൊരു മൂവി ബഫ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ വന്നിട്ട് ഐ വാസ് ടോട്ടലി ഇൻ ടു സ്പോർട്സ്. സോ അത്ലറ്റിക്സ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയിലായിരുന്നു. സോ ബട്ട് പടങ്ങൾ കണ്ടതൊക്കെ ഞാൻ വന്നിട്ട് very little films now. What I saw is all Malayalam films, Mammootty sir's and Mohanlal sir's film. So ഞാൻ തമിഴ്നാട് പോയ ശേഷവും ഞാൻ വന്നിട്ട് തമിഴ് പടം ഒന്നും വലിങ്ങനെ കാണൂല. സോ ഐ സീ ഓൺലി മലയാളം ഫിലിംസ്. നാട്ടിലേക്ക് ഞാൻ വെക്കേഷൻ വരുമ്പോൾ ഐ ഗോ വിത്ത് മൈ ഫാമിലി ഓർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു മലയാള പടം കാണും. സോ അത്രയല്ലോ എൻ്റെ ഒരു കണക്ഷൻ വിത്ത് സിനിമ. സോ എനിക്ക് ഞാൻ സോ ഫസ്റ്റ് ടൈം ദെൻ സ്ലോലി ദെൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ കോളേജ് പഠിക്കുമ്പോൾ ഒക്കെ വെരി ലിറ്റിൽ ഫിലിംസ് ഐ സീ. സോ ഐ ഹാവ് ഒരു പടത്തിൽ വരണം, പടം കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ച് പടത്തിൽ വന്ന അങ്ങനത്തെ ഒരു ഇതല്ല. ജസ്റ്റ് നമ്മൾ മോഡലിംഗ് ചെയ്യുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്ട് ചെയ്യാൻ കിട്ടി, അങ്ങനെ സിനിമയിൽ വന്നതാണ്. സോ അതിനുശേഷം കുറെ പടങ്ങൾ കാണാൻ തുടങ്ങി. സോ അങ്ങനത്തെ ഒരു സിനാരിയോ ആണ്. സോ ഈവൻ ഇഫ് യു സീ, പൊതുവെ ഒരു ആക്ടർ ഒരു 1000 ഫിലിംസ് കണ്ടിട്ടുണ്ടെങ്കിൽ സീന് എൻ്റെ ഒരു കൗണ്ട് ഒരു 100 ഉണ്ടാവും. വാട്ട് ഐ സേ ഒരു 10% ഓഫ് വാട്ട് അതർ പീപ്പിൾ ഹാവ് സീൻ. ഒരു ഇങ്ങനെ ഈ പടം കാണണം, ഇങ്ങനെ ഒരു സീരീസ് കാണണം, അത് കണ്ടോ ഇത് കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. സോ ബട്ട് വെരി സെലക്ടഡ് ഫിലിംസ് ഹാവ് സീൻ. ഒരു സ്റ്റഡി ആയിട്ട് ഞാൻ പടം കണ്ടോ, അതോ ഈ പടം കാണണം, ഇങ്ങനെ ഒരു സൂപ്പർ പടം ഉണ്ട്, അത് അങ്ങനത്തെ ഒരു ഐ ഗെറ്റ് ടൈം ഇഫ് ഐ എം റിലാക്സ്ഡ് ഐ സീ മൂവി. സോ അങ്ങനത്തെ ഒരു ഇതാണ്. പടം എന്തായാലും കാണണം അങ്ങനെ ഒരു വലിയൊരു ഇതില്ല. ഈ അങ്ങനെ ഒരു ഇതില്ല, അല്ലെങ്കിൽ അധികം ഇന്നായിരുന്നില്ല എന്ന് പറയുന്ന സമയത്തേക്ക് ഡെബ്യൂ ഭയങ്കര രസമായിരുന്നല്ലോ, അറിന്തു അറിയാമലും വരുന്ന സമയത്തേക്ക്. പടം ഇപ്പൊ പലരും ഓർത്തിരിക്കുന്നത് ചിലപ്പോൾ തീപ്പിടിക്ക് സോങ്ങിലുള്ള കണക്ഷൻ ആയിരിക്കാം. എനിക്കതുപോലെ തന്നെ ആ ട്രാഫിക്കിലെ സീൻ ഭയങ്കര ഇഷ്ടമാണ്. ആര്യ പുള്ളി എടുത്ത് പോയിട്ട് കല്യാണമായോ ഇതാരാ വൈഫാണെന്ന് ചോദിക്കുന്നത്. ഈ ഡെബ്യൂ സിനിമ എന്നുള്ളത് പലർക്ക് പല രീതിയിലാണല്ലോ. പലർക്ക് ബിറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കാം, പലർക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കാം, ലൈക്ക് എവർലാസ്റ്റിംഗ് ചെറിഷീന്ന പോലത്തെ എക്സ്പീരിയൻസ് ആയിരിക്കാം. ആര്യ ഇപ്പോ 2026 ഇപ്പോ ആയിരിക്കുന്ന പൊസിഷനിൽ ഇത്രയധികം സിനിമകൾ ചെയ്യുന്നു, പല സ്കെയിലിൽ സിനിമ ചെയ്യുന്നു. റീകളക്റ്റിംഗ് ഡെബ്യൂ എന്നുള്ളത് എന്താ ശരിക്ക്? സിനിമ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇതിന്റെ ഒരു ലോങ് ജേണി ഒന്നും അറിയത്തില്ലല്ലോ. എന്താ ഫസ്റ്റ് ഇപ്പൊ ഈ പാതി സിനിമ ഇപ്പൊ ആലോചിക്കുമ്പോൾ അതിലൊരു ഹൈ ഉണ്ടോ, കിക്ക് ഉണ്ടോ, എന്താ ശരിക്കും? ഇല്ല, എന്തായാലും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പടം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് 2001 ഉള്ളം കേക്കും എന്നൊരു പടം, അതിലാണ് തുടങ്ങിയത്. പക്ഷെ അത് കുറേ കാലം നീണ്ടുപോയി, 3 years. പിന്നെ നമ്മളെ ലൈഫ് എന്താവുമെന്ന് നമുക്കറിയില്ല. കോളേജ് കഴിഞ്ഞ ഉടനെ വർക്കെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പടമാണ്. സോ ഒരു നമ്മളെ ലൈഫിൽ മോസ്റ്റ് ക്രിട്ടിക്കൽ ടൈം, നമ്മളെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പീരീഡിലായിരുന്നു ഞാൻ. സോ ബട്ട് ഐ ഗോട്ട് സ്റ്റക്ക് വിത്ത് വൺ മൂവി, ഉള്ളം കേക്കുമേ. അത്
ഒരു 3 years ആയിട്ട് അവർ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിലീസാകാൻ കുറേ ടൈമായി. സോ മീൻ വൈൽ എനിക്ക് എവിടെയും പോകാനും പറ്റില്ല, ഇപ്പോൾ വർക്കും ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ദെൻ അരിന്തും അറിയാമൽ എന്ന് ഒരു പടം വരുന്നത്, ആ ഓഫർ വരുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു ചെറിയൊരു നെഗറ്റീവ് ക്യാരക്ടർ. സോ ജസ്റ്റ് അത് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പടം കിട്ടുന്നതന്നെ അതിശയമാണ്. സോ അങ്ങനെ ചെയ്ത പടമാണ് അറിന്തും അറിയാമൽ. പക്ഷെ ആ പടമാണ് ഫസ്റ്റ് റിലീസായത്. സോ ആ പടം ചെയ്യുമ്പം ഡിൻ ഹാവ് ബിഗ് എക്സ്പെക്ടേഷൻ. ഓക്കെ, നമ്മ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പോൾ അപ്പം ഡയറക്ടർ വിഷ്ണുവർദ്ധൻ പറഞ്ഞ് ഇങ്ങനെ അതിലൊരു സോങ് ഉണ്ട്, നല്ല സോങ് തരാം. സോ ഇറ്റ്സ് സോ ഹാപ്പൻ ദറ്റ് ആ നല്ല സോങ് തീപിടിക്കുക. സോ ഇറ്റ്സ് ഓൾ ഡെസ്റ്റിനി, ഐ തിങ്ക്. സോ അത് റിലീസ് ആയതുകൊണ്ട് ദ ഓഡിയൻസ് ദ വേ ദേ ലവ് ദറ്റ് ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത ഒരു ഇതെല്ലാം വന്ന് ആ ഒരു റിസെപ്ഷൻ വന്ന് ഫിനോമിനൽ. സോ അതിനുശേഷം then I thought okay, അപ്പൊ ഇനി നമ്മ നിറയെ പടങ്ങൾ ചാൻസ് കിട്ടും. സോ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് സിനിമയുടെ പാർട്ട് ആവാനുള്ള അതിൽ എനിക്ക് രസം തോന്നുന്നത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ നിന്ന് ഇത് പ്രൊഫഷണലി ഇത് ചൂസ് ചെയ്യുന്നു, ഇതാണ് എൻ്റെ കരിയർ, ഇതിലൂടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അതിലും എനിക്ക് ചോദിക്കാനുള്ളത്, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയ സമയത്ത് വേണമെങ്കിൽ കമേഴ്ഷ്യൽ വയബിലിറ്റി ഉള്ള സിനിമകളിൽ മാത്രം ഫോക്കസ് ചെയ്യായിരുന്നു. അവിടെ നാൻകടവുകൾ വരുന്നുണ്ട്, ഇരണ്ടാം ഉലകം വരുന്നുണ്ട്, എല്ലാ തരത്തിലും ആക്ടർ എന്ന രീതിയിൽ ആര്യ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, സിനിമകൾ ചൂസ് ചെയ്യുന്നതിലുണ്ട്. അതിൽ ശരിക്കും ഒരു ചലഞ്ച് ഉണ്ടായിരുന്നില്ല. ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ അടിക്കുക, അവിടെ ഓഡിയൻസ് കയറാന്നല്ലാതെ ആ തോട്ട് പ്രോസസ്സ്, അതിലൊരു കോൺഫിഡൻസ്, അത് ശരിക്കും ഇവിടെയാ. I think it's more to do, എനിക്ക് വരുന്ന ഓഫേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഹു അപ്രോച്ച് മീ ഐ തിങ്ക് ടേൺഡ് ഔട്ട് ടു ബി ഗുഡ്. സോ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു ഇവർക്ക്. ഇപ്പൊ നാൻകടവുൾ എന്ന് പറയുന്ന പടം ഞാൻ പോയി ചൂസ് ചെയ്തതല്ല, ഡയറക്ടർ ബാല സാർ വന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കോൺഫിഡൻസിലാണ് എന്നെ സെലക്ട് ചെയ്തത്. സോ ഐ തിങ്ക് അങ്ങനെ ഒരു ചില പടങ്ങളിൽ ദേ സെലക്ടഡ് മീ. സോ ഐ ഫീൽ ബ്ലെസ്ഡ് ദാറ്റ്. ഈ ബാലയായിട്ടുള്ള കൊളാബറേഷൻ, ബാല സാറിന്റെ കൊളാബറേഷൻ കരിയറിലെ ബ്രേക്കുമാണ് പീക്കുമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ നാൻകടവുകളും അവനിവനും പ്രധാനപ്പെട്ട സിനിമകൾ, പ്രധാനപ്പെട്ട പെർഫോമൻസുകൾ. ഈ നേരത്തെ പറഞ്ഞല്ലോ, അധികം സിനിമകളൊന്നും കാണാറില്ല, അല്ലെങ്കിൽ ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ പോലെ അപ്രോച്ച് ചെയ്യാറില്ല എന്നുള്ളത്. നാൻകടവുകളിലെ രുദ്രൻ, കാൽഭൈരവൻ, ആ ക്യാരക്ടർ എന്നുള്ളത് ഉറപ്പായിട്ടും ടെക്സ്റ്റിൽ വായിക്കുന്നുണ്ട്, ബ്രീഫ് ഉണ്ട്. പക്ഷെ അതിൽ ആര് അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് അത് അത്ര എല്ലാവർക്കും അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു ഒരു റെഫറൻസ് പോയിന്റ് ഇല്ല പടത്തിന്. അത് ശരിക്കും എങ്ങനെ ആ ക്യാരക്ടറിന് ലൈഫ് കൊടുക്കുന്നതില് അത് ഡെഫിനറ്റ്ലി ബാല സാറിന്റെ എല്ലാ ഇൻപുട്ടും ബാല സാറിന്റെ ആണ്. സോ ലുക്ക് വൈസ് എല്ലാം ബാല സാർ സെറ്റ് ചെയ്തിട്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ ടു ബാല സാറിന്റെ ഒരു വിഷൻ ആണ് ആ പടം. സോ ഐ വെന്റ് വിത്ത് ദിസ് ഗട്ട് ഫീലിംഗ്. ഈ അനന്തം കാട് വരുമ്പോ ഇത്രയും സ്കെയിൽ പറയുന്ന അത്ര തന്നെ ആക്ടേഴ്സ് സ്ക്രീനിൽ വരുന്നുണ്ട്. ഈ കോമ്പിനേഷനുകൾ വർക്ക് ആവുക, ആ വർക്ക് ആവുന്നതിലാണ് സീനുകൾ ലൈവ് ആവുന്നത്. ഓഡിയൻസിന് ഇതിൽ എൻഗേജ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇത്രയും വലിയ പടത്തിൽ രസമുള്ള ഒരുപാട് സീനുകൾ, ഒരുപാട് പെർഫോമൻസുകൾ വരുന്നത്. ആര്യക്ക് പേഴ്സണലി ഇത്രയും ആക്ടേഴ്സ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു, ഫൈറ്റ്, ഡയലോഗ്സ്, ഇതിൽ ഇവരുടെ സ്ട്രഗിള് എല്ലാം ഉണ്ടല്ലോ സിനിമയുടെ പാർട്ട്. ടോട്ടൽ പാക്കേജ് എന്നൊക്കെ പറയുന്ന പോലെ സിനിമയാണ് അനന്തങ്കാടെന്ന് തോന്നുന്നു. ആര്യക്ക് ഈ പെർഫോമൻസ് ഇത്ര ആക്ടേഴ്സിനൊപ്പം സ്ക്രീൻ മൊമെന്റുകൾ ഷെയർ ചെയ്യുന്നത്, അതിലൊരു ഹൈ ഫാക്ടർ ഉണ്ടോ? എന്തായാലും ഉണ്ട്. എന്താ വെച്ചാല് എല്ലാം ഓൾ വെരി സീസൺഡ് ആക്ടേഴ്സ്, വെരി ടാലന്റഡ് ആക്ടേഴ്സ്. സോ അവരെ കൂടെ അഭിനയിക്കുമ്പം യു ലേൺ എ ലോട്ട് ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് ഇസ് ഒരു പോസിറ്റീവ് ഒരു കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. നമ്മളും ആ സീനിൽ സ്റ്റാൻഡ് ഔട്ട് ആവണം, നമ്മളും ആ സീനിൽ ബെസ്റ്റായിട്ട് ചെയ്യണം. ആ ഒരു ടെൻഷൻ, ആ ഒരു അവയർനെസ് ഉണ്ടാവും. സോ യു കനോട്ട് ജസ്റ്റ് ഓക്കെ നമ്മ ജസ്റ്റ് അങ്ങനെ നിന്നിട്ട് പോവാം, അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ പെർഫോമൻസ് കൊടുത്താൽ ഓക്കെ എന്ന് തോന്നിയെങ്കിൽ ദെൻ യു വിൽ നോട്ട് സ്റ്റാൻഡ് ഔട്ട് ഇൻ ദറ്റ് സീൻ. സോ ആ ഒരു പ്രഷർ ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യുമ്പോൾ. യു വിൽ വാണ്ട് ടു ഡു ഇറ്റ് ബെറ്റർ. നിങ്ങളൊരു 100% കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. സോ അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ happens when you have good actors on screen. Feel ഉണ്ടാകുമ്പോൾ ആ scene also will come out better. So that's why all this, when we have a lot of seasoned actors ഒരേ സീനിൽ ഉണ്ടാകുമ്പോൾ അതൊരു കാണാനും ഒരു പെർഫോമൻസ് വൈസും ഒരു മൂഡ് വൈസും ഒക്കെ
ഒരു 2-3 സ്റ്റെപ്സ് ഹൈ ആയിരിക്കും. സോ ദാറ്റ്സ് വെരി എൻകറേജിങ്. ഈ ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ട് കരിയറിൽ പല സിനിമകളിൽ പല തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകളുടെ ഭാഗമായ ആളാണ്. ഈ അനന്തൻ കാർഡിലോട്ട് വരുമ്പോൾ ഈ ആക്ഷൻ ചെയ്യുന്നത് അതിൽ ഈ ഒന്നാമത്തെ പീരിയഡ് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ സെറ്റപ്പിലെല്ലാം പുതിയതായിരിക്കാം. നമ്മൾ ടീച്ചറിൽ കാണുന്ന പോലെ കാളയെ പിടിച്ചിട്ടുള്ള സീക്വൻസിൽ കാണുന്നുണ്ട്. ഈ ഫൈറ്റ് ചെയ്യുന്നത് അതിൽ ഓരോ ക്യാരക്ടറും ഓരോ ബാക്ക് സ്റ്റോറി ആയിരിക്കുമല്ലോ ഓരോ ഫൈറ്റിന് മുന്നേ ഉള്ളത്. ഇതാ ഇപ്പൊ ഈ പടത്തിൽ വന്നിട്ട് ഒരു സെറ്റ് പീസ് ആയിട്ട് ഇങ്ങനെ ഒരു ഹീറോ ഇൻട്രഡക്ഷൻ ഫൈറ്റ് അങ്ങനൊന്നും ഇല്ല. ഇതെല്ലാം വന്നിട്ട് ഒരു ഇമോഷണൽ ഡ്രിവൻ ആക്ഷൻ ആണ്. ആൻഡ് ശക്തി സർവണ്ണൻ ഈസ് ഡൺ ദ ആക്ഷൻ. ഒരു 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 ക്രിട്ടിക്കൽ ഒരു ടഫ് ഇപ്പൊ നമ്മ കാളന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. മോർ ദാൻ 200 കാള വാസ് ദേർ ഫോർ ദ ഷൂട്ട്. സോ അത് അവർ കറക്റ്റ് ഇപ്പൊ നമ്മ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ പോകണം അങ്ങനെ പോകണം. കാള വെച്ച് ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ലിറ്റിൽ ഡേഞ്ചറസ്. കാളയുടെ ടൈമിങ് അവർ എങ്ങനെയാ പോകുന്നത് എന്താ. സോ അതിന് കറക്റ്റായ കോർഡിനേഷന്, പിന്നെ നമ്മ കോണ്ടാക്ട് ചെയ്യുന്ന ഷോട്ട്സ് യു ഹാവ് ടു ബി കെയർഫുൾ. ദെൻ അധികം റിസ്ക്കുള്ള ഷോട്ട്സ് വിൽ ഹാവ് ടു ഡു CG. സോ അങ്ങനെ ഒരു ടെക്നിക്കലി വെരി ചാലഞ്ചിങ് ഫൈറ്റ്സും ഉണ്ട് പടത്തിൽ. സോ അങ്ങനത്തെ ഫൈറ്റ്സ് ആണെന്നില്ല. ആൻഡ് വെരി ഇമോഷണലി ഡ്രിവൻ ഫൈറ്റ്. ഇപ്പോൾ നമ്മൾ സീൻ കാണുമ്പോൾ ഓക്കെ ഈ സ്ഥലത്ത് ഓഡിയൻസ് ഫീൽ ആണ് ഇവൻ ഇപ്പൊ അടിക്കണം. സോ അങ്ങനത്തെ ഒരു സീൻസ് ആണ് ഫൈറ്റ്സ് ആണെന്നുള്ളത്. ആൻഡ് എസ്പെഷ്യലി ദ ഇന്റർവൽ ബ്ലോക്ക് ഇസ് സൂപ്പർ. സോ അങ്ങനെ വെരി വെൽ കൊറിയോഗ്രാഫ്ഡ്, വെൽ എക്സിക്യൂട്ടഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ഫൈറ്റ്സ് ആണ്. ഓക്കെ ഇപ്പോൾ ഓഡിയൻസ് എല്ലാ തരം ഫൈറ്റ്സും കണ്ട്. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദം ഓൾസോ. ആ ഒരു ഗ്രാൻഡിയർ ഉണ്ടായിരിക്കണം, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കണം. സോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുത്ത ഫൈറ്റ്സ് ആണ്. ഈ ഫൈറ്റ് പറയുമ്പോൾ ഉറപ്പായിട്ട് ഇത്രയധികം ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ചെറുപ്പത്തിൽ ഇപ്പോൾ സിനിമ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി സിനിമ കാണുന്ന സമയത്ത് ഹീറോ എന്ന് പറയുമ്പോൾ ഇത്ര ആൾക്കാർ ഇടിച്ചിടുന്നുണ്ട്, ചാടി മറിഞ്ഞ്, അതിൽ പലതരത്തിലുള്ള ഫൈറ്റ്, ഗ്രാവിറ്റിയെ വെല്ലുവിളിക്കുന്ന ഫൈറ്റുകളുണ്ട്, അല്ലാത്തതുണ്ട്. ഈ ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രം ഫസ്റ്റ് പടം മുതൽ ഇത്രയും പടം, ഇപ്പോൾ സർപ്പാട്ടെ എക്സെപ്ഷണലി ഇതിനു വേണ്ടി ഓർഗനൈസ്ഡ് വെൽ ക്യൂറേറ്റഡ് എക്സിക്യൂട്ടഡ് ഫൈറ്റ് എന്നുള്ള രീതി മാറ്റി. അല്ലാതെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചാർട്ട് കിട്ടുമ്പോൾ ഇന്ന് ഫൈറ്റ് ആണ്, ഇന്ന് മുതൽ 2 ദിവസം ഫൈറ്റ് ആണ്. ഫൈറ്റിന് വേണ്ടി ലൊക്കേഷനിൽ പോകുന്ന ആര്യ കൂടുതൽ എക്സൈറ്റഡ് ആണോ മറ്റേ? മോർ ദാൻ എക്സൈറ്റഡ്. ഇപ്പോൾ ഫൈറ്റ്സ് വന്നിട്ട് ഇറ്റ്സ് ബിക്കം വെരി ബിഗ് ഇൻ ഫിലിംസ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഇപ്പോൾ ഓഡിയൻസ് വന്നിട്ട് വളരെ വെരി ഷാർപ്പ്. ഈ മുമ്പൊക്കെ നമ്മൾ നിറയെ ഡൂപ്പൊക്കെ യൂസ് ചെയ്യായിരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ബട്ട് നൗ ഇഫ് യു ആർ ഡൂയിങ് ആക്ഷൻ യു ഹാവ് ടു ബി എ proper action hero. You have to do all the stunts by yourself maximum, say 90%. അതിൽ കുറേ റിസ്ക് ഉണ്ട്, അതിൽ കുറേ പ്ലാനിങ് ഉണ്ട്, കുറേ റിഹേഴ്സൽസ് ഉണ്ട്. സോ നൗ വി ആർ ഇപ്പോൾ ഫൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ വേട്ടുവം എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഫൈറ്റ്, ഇപ്പോൾ അനന്തൻ കാർഡിലുള്ള ഫൈറ്റ്സ് ഒക്കെ കുറേ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേവ് ടൈം. പിന്നെ കോംപ്ലിക്കേറ്റഡ് ഷോട്ട്സ് വന്നിട്ട് വി ക്യാൻ റിഹേഴ്സ് ഇറ്റ് സോ ദാറ്റ് നമ്മൾ സ്പോട്ടിൽ പോകുമ്പോൾ ദർ ഇസ് നോ കൺഫ്യൂഷൻ, ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഫൈറ്റ്സ് ചെയ്യുന്നത്. മുമ്പ് ജസ്റ്റ് ഗോ കൊറിയോഗ്രാഫ് ദാറ്റ് ടക് 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 വി ഷൂട്ട്. ഇപ്പോൾ മോർ കൊറിയോഗ്രാഫ്ഡ്, മോർ പ്ലാൻഡ്, അതിൻ്റെ ഇമ്പാക്റ്റ് വരണം ഓഡിയൻസിൽ നിന്ന് പറഞ്ഞിട്ട്. സോ വി ടേക്ക് മോർ കെയർ ടു ഡു ഇറ്റ്. സോ അറ്റ് ദ സെയിം ടൈം നമ്മളെ എക്സ്പെക്ടേഷൻ ഫൈറ്റ്സിലെ എക്സ്പെക്ടേഷൻസും വെരി ഹൈ ആണ്. എല്ലാത്തരം പടങ്ങളും നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. സോ ആ ഒരു ഫൈറ്റിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആയതുകൊണ്ട് വി ഹാവ് ടു പ്ലാൻ ഇറ്റ് വെൽ ആൻഡ് ഷൂട്ട് ഇറ്റ് വെൽ. ഈ ആക്ടേഴ്സിന്റെ ഒരു പ്രിവിലേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അവരെ ഓർത്തിരിക്കാനായിട്ട് നല്ല പാട്ടുകൾ വരുന്നത്. പലപ്പോഴും ഇപ്പോൾ ആര്യയെ പറ്റി പറയുമ്പോൾ നമുക്ക് വരുന്നൊരു 100 പാട്ടുണ്ട്, അല്ലെങ്കിൽ 10 പാട്ടുണ്ടാവാം, 15 പാട്ട്, 20 പാട്ടുണ്ടാവും, എത്രയുണ്ട് നമ്പേഴ്സ്. പേഴ്സണൽ ഫേവറേറ്റ് പല രീതിയിലൊക്കെ ആൾക്കാർ കണക്ട് ആയിട്ടുണ്ടാവും പാട്ടുകളായിട്ട്. പാട്ടുകൾ നിങ്ങളുടെ പ്രിവിലേജ് ആയി തോന്നിയിട്ടുണ്ട്? അതെ, ഒരു പടത്തിന് ഒരു വലിയൊരു സ്ട്രെങ്ത് ആണ് സോങ്സ്. ഇഫ് ഇറ്റ്സ് യു ഹാവ് ഗുഡ് സോങ്സ് ഇൻ ദ ഫിലിം, ഓഡിയൻസ് they want to see that film because of the songs. അങ്ങനെ കുറെ പടങ്ങൾ സോങ്സിന് വേണ്ടിയിട്ട് ഓഡിയൻസ് വന്നിട്ട് സമയത്ത് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്ന സോങ്സ്. സോ അങ്ങനെ സോങ്സ് ഇസ് ഓൾവേസ് എ ബിഗ് പ്ലസ്. അതിൽ പൂക്കൾ പൂക്കും സ്പെഷ്യൽ സോങ്. സോ മൈ ഫിലിംസ് ഹാവ് ഗുഡ് സോങ്സ് ഓൾസോ. ബട്ട് ജനറലി ഒരു പടത്തിൽ നല്ല സോങ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് പബ്ലിസിറ്റി, ഇറ്റ്സ് ലൈക്ക് പ്രീ അപ്രൂവ്ഡ് പബ്ലിസിറ്റി. സോ it's good to have good songs. ഈ പൂക്കൾ പൂക്കും പറഞ്ഞുകൊണ്ട് അതിന് നേരെ കോൺട്രാസ്റ്റിലാണ് സർപ്പാട്ടയിലെ ഈ നീയോലി. കംപ്ലീറ്റ്ലി
ഒരു ആ ഇൻസ്പയറിംഗ് പീരീഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൊണാലിറ്റി അല്ല, എന്നാൽ ഒരു കാണുന്നു എല്ലാവർക്കും ഇൻഡിവിജ്വലി കണക്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷണൽ, ഇൻസ്പിറേഷണൽ, വിലനടിക്കണമെന്ന് ആളുകൾക്ക് ചാർജ് ആക്കാൻ പറ്റുന്ന പാട്ടായിരുന്നു. സർപ്പാട്ടയിലെ ഒരു സീക്വൻസ് വേണമെങ്കിൽ ചോദിക്കാൻ തോന്നുന്നു. ലാസ്റ്റ് വെമ്പുല അടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇയാളുടെ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ സന്തോഷം മൊത്തം പുറത്തു കൊണ്ടുവരണം. ഇയാൾക്ക് പരിക്കുകളുണ്ട് മുഖത്ത്, ഇത്ര ആൾക്കാർ ഇയാളെ ചിയർ ചെയ്യുന്നുണ്ട്. രംഗമാതിയാരെ കൈപിടിച്ച് വന്നിട്ട് രംഗമാതിയ ശിഷ്യനാടാന്ന് പറഞ്ഞ് സർപ്പാട്ട പരമ്പരയെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണല്ലോ ഇയാളെ റിംഗിൽ നിന്നിട്ട്. അതിന് കിട്ടുന്ന ഒരു ബ്രീഫ് ഒരുപക്ഷെ അങ്ങനെ ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഈ ടെക്സ്റ്റിൽ വായിക്കുന്നതോ ഡയറക്ടർ തരുന്ന ബ്രീഫിലാണ് നിൽക്കുന്നത്. അത് പെർഫോം ചെയ്യണം. കാരണം ആർക്കും അറിയാം ഇത്രയും നേരം പടം കണ്ട ആളുകൾ എല്ലാവരും ഹൈ ആവാൻ പോകുന്ന പോയിന്റ് ആണ് ഇതെന്നുള്ളത്. അത് പെർഫോം ചെയ്യുന്നത്, ആ സീക്വൻസിന്റെ ഷൂട്ടിംഗ്, അതെങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത്? ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ പ്ലാൻ ചെയ്ത ഡയലോഗ്സിൽ മുമ്പേ എഴുതിയ ഡയലോഗ്സ് ആണ്. ആൻഡ് സോ ആഫ്റ്റർ ഹോൾ ഇമോഷൻ വന്നിട്ട് മറ്റേ രംഗൻ വാദിയർ എൻ്റെ ഒരു ഇമോഷൻ ആണ്. സോ അത് ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ മൂമെന്റ്. നമ്മൾ അത് പെർഫോം ചെയ്യുമ്പോൾ അത് ഐ കുഡ് ഫീൽ ഇറ്റ്. that love for him and that excitement and കപിലന്റെ സൈക്കോളജി ആരുടെ വർക്ക് ആവുന്നത്. So I think that was a very emotional, very moment when we say that dialogue. ഈ മലയാള സിനിമ കണ്ടിരുന്ന കഥ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ രസമുള്ള കോണ്ടന്റുകൾ നിർമ്മിച്ച ആൾ കൂടെയാണല്ലോ. അതിൽ ഈ സ്പെഷ്യലി ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുമ്പോൾ എനിക്ക് ഡബിൾ ബാരലും ഉറുമി അതിൽ വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസർ ആംഗിള്, അതിലൊരു കൺവിക്ഷൻ പാർട്ട് ഉണ്ട്. ഇത് ഓഡിയൻസിന് വർക്കാകുമോ എന്നുള്ളൊരു ഉറപ്പിക്കൽ കൂടിയുണ്ട്. അതല്ലെങ്കിൽ ഈ സിനിമ ഇന്ന് ഹിറ്റ് അല്ലെങ്കിൽ ഇതൊരു എക്സെപ്ഷണൽ കോണ്ടന്റ് ആയിട്ട് സിനിമ ഇൻഡസ്ട്രിയുടെ പാർട്ടായി നിൽക്കുന്ന ഈ രണ്ട് തരത്തിലുള്ള തീരുമാനങ്ങളാണ് പ്രൊഡക്ഷൻ സൈഡിൽ എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആര്യയുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന രീതി അതിലൊരു ആക്ടർ പെർസ്പെക്റ്റീവ് ആവണമെന്നില്ല. ഇതിൽ ബിസിനസ് ആയതുകളുണ്ട്. എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസർ ആവാന്നുള്ള തീരുമാനം എടുത്തത്? ആസ് പ്രൊഡ്യൂസർ ഈ ഒരു ലോങ് റെയിൻ ഉണ്ടായിരുന്നല്ലോ, എന്താ? ഇല്ല, പ്രൊഡ്യൂസർ ഇപ്പൊ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ ടേൺ പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്ന് വെച്ചാൽ വി വോണ്ട് ടു മേക്ക് ഫിലിംസ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പടം എടുക്കണമെങ്കിൽ we cannot ask somebody for money, you know. It's better to put your own money. And so you will have your conviction. നമ്മൾ ആ പ്രോഡക്റ്റിൽ മേലെ നമ്മൾക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രമേ നമ്മൾ ആ പടം എടുക്കൂ. ലിബർട്ടി ഉണ്ടല്ലോ. ആൻഡ് ലിബർട്ടി ആൻഡ് ഒരു എക്സ്ട്രാ ബഡ്ജറ്റ് പോകുമ്പോൾ നമ്മൾക്ക് ആ ഒരു ചെറിയൊരു ബ്രിഡ്ജിങ് ഗ്യാപ്പ് വി ക്യാൻ ഡു ഇറ്റ്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് വന്നിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് ദേ ആർ ഡൂയിങ് ഫിലിംസ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിലിം മേക്കിംഗ്. ഇപ്പൊ നമ്മൾ വന്ന് ആക്ടർ ആവും, പിന്നെ ചില പേര് പ്രൊഡക്ഷൻ തുടങ്ങും, ചില പേര് ഡയറക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. സോ ഇറ്റ്സ് ഗ്രോയിങ് ആസ് യു ലേൺ തിങ്സ് ഇൻ സിനിമ. യു വാണ്ട് ടു ഗ്രോ, ഡോണ്ട് വാണ്ട് ടു ബി ഇൻ വൺ പ്ലേസ്. പ്രൊഡ്യൂസർ ആയതിൽ 2 ഐക്കോണിക് കൊളാബറേഷൻ ആയിരുന്നു, സന്തോഷ് ശിവനായിട്ടുള്ളതും ലിജു ജോസ് പെല്ലിശ്ശേരി ആയിട്ടുള്ളതും. ഈ ഡബിൾ ബാരൽ തിയേറ്ററിക്കലി സക്സസ് ആവുന്നില്ല, പക്ഷെ ആഫ്റ്റർ ഇയേഴ്സ് സിനിമയെ പ്രൈസ് ചെയ്യുന്നുണ്ട്. സീക്വൻസുകൾ, നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, ഡബിൾ ബാരലിന്റെ ഒരു നരേഷൻ കേട്ട് ഓക്കെ അടിക്കുന്നതും തിയേറ്ററിൽ സക്സസ് ആവാത്തതും അവിടെ നിന്ന് ഇന്നത്തെ ഡബിൾ ബാരലിന്റെ ജേർണി, അത് ശരിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ളതാണോ? It happens. Most of ചില പടങ്ങളിൽ വന്ന് തിയേറ്ററിൽ സക്സസ് ആവില്ല. വി വുഡ് ഹാവ് ലവ് ടു മേക്ക് ഇറ്റ് എ ബിഗ് സക്സസ്. ബട്ട് പടം ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് അതിൽ വളരെ അധികം എക്സ്പെക്ടേഷൻസും ഒക്കെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത്. സോ സംടൈംസ് ഇറ്റ് ക്യാൻ ഒരു നമ്മൾ ആഗ്രഹിച്ച പോലെ ഓഡിയൻസിന് റീച്ച് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കും. ബട്ട് സംടൈംസ് ആഫ്റ്റർ certain years they feel that film was way far ahead of that time. So അങ്ങനെ ഉള്ളൊരു കുറെ എൻ്റെ പടം എന്നല്ല നിറയെ പടങ്ങൾ അങ്ങനെ ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി കോമൺ. സോ ബട്ട് you are happy you made that film. ഈ അനന്തങ്കാരിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ കഥ കേൾക്കുന്ന സമയത്തേക്ക് പല രീതിയിൽ ആളുകൾ ആലോചിക്കുമല്ലോ. ക്രിട്ടിക്കൽ സൈഡിൽ ആലോചിക്കാം, ആക്ടർ പെർസ്പെക്റ്റീവ് ഉറപ്പായിട്ട് ആലോചിക്കാം, ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ആലോചിക്കാം. ഇതിൽ ശരിക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഈ പെർസ്പെക്റ്റീവുകൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? ഇത് ഞാൻ ചൂസ് ചെയ്യണം, ഉറപ്പിക്കണം എന്നുള്ളത്, അത് ശരിക്കും ഈസിയാണോ പ്രോസസ് ചെയ്യാനായിട്ട്? ഇല്ലല്ല, അത് ജസ്റ്റ് വെൻ യു ഹിയർ ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം വാട്ട് ഐ ഡു ഇസ് ആ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ സി വെദർ ഐ ക്യാൻ ഡു ദറ്റ് സ്ക്രിപ്റ്റ്. ആ ക്യാരക്ടർ എനിക്ക് സൂട്ട് ആവുമോ ആൻഡ് ആ ക്യാരക്ടർ എന്നെ കൊണ്ട് അത് മാക്സിമം ഫുൾഫിൽമെന്റ് ചെയ്യാൻ പറ്റുമോ, വെദർ ഐ ക്യാൻ ഗിവ് 100%. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. സോ വൺസ് ഐ ലൈക്ക് ദ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട ശേഷം ദെൻ വെൻ ഐ ഡിസൈഡ് ഐ ക്യാൻ ഡു ഇറ്റ്, ദെൻ ഐ ഗോ ഫോർ ഇറ്റ്. ഇത്രയും ഈ സിനിമ സംസാരിച്ചത് കൊണ്ട് ഞാൻ വളരെ കൗതുകത്തിന് പുറത്ത് വയ്ക്കുന്നതാണ്.
വേൾഡ് കപ്പ് ഇത്രയും ലൈവായി നിൽക്കുന്നു. ആര്യ ഫിഫ ഫോളോ ചെയ്യുന്ന ആളാണോ? ഫുട്ബോൾ ഐ എം കാണാറുണ്ടോ? എ ഹ്യൂജ് ഫാൻ ഓഫ് ഫുട്ബോൾ. ഉം. സോ എൻ്റെ ഫേവറേറ്റ് ഐഡൽ ഇസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. Okay. പോർച്ചുഗൽ ഫാനാണ്. Yeah, so hopefully Portugal will win this time. ഇത്തവണ Yes. CR7 ഇന്ത്യ കപ്പ്. Yeah, Portugal is a good team ആ, also. അടിപൊളി ടീമാണ്. So let's see. They have a good chance, so they should win. ഈ സർപ്പാട്ടെ 2 എന്നുള്ളത് ഉടനെ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ജൂലൈ എൻഡ് മുതൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതാണ്. സോ ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ആക്ടിങ് കരിയറിലെ നമ്മളിങ്ങനെ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടാവും, എങ്കിലും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആര്യയുടെ എനിക്കറിയത്തില്ല, ആര്യയുടെ സിനിമകൾ കാണുന്ന ആളെന്ന രീതിക്ക് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് കപിലൻ എന്നുള്ളത്. കാരണം അയാളുടെ 2 ഏജ് ടൈം എറ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടാവുന്ന വെച്ചാൽ എല്ലാ സ്ട്രഗിള് പ്രശ്നങ്ങള് എല്ലാം ഉണ്ട്. അവിടെ റിഡംഷനും ഉണ്ട്, സക്സസും ഉണ്ട്. ഈ കപിലൻ അതൊരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണോ? കപിലന് വേണ്ടി എടുത്ത എഫേർട്ടുകൾ ഉണ്ട് പടത്തിൽ ചെയ്യുന്നത്. കപിലനെ ഓൾ ടൈം കൂടെ നിർത്താവുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണോ ആര്യ എപ്പോഴും കാണുന്നത്? ഇല്ല, കപിലൻ ഡെഫിനറ്റ്ലി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. എന്ന് വെച്ചാൽ ആ കോവിഡ് ടൈമിൽ റിലീസായ പടമാണ് അത്. സോ ആ പടം റിലീസായതിനു ശേഷം നിറയെ പേർ എന്നെ വന്ന് കണ്ടിട്ട് റാൻഡം പീപ്പിൾ ഇപ്പോൾ എന്നെ പുറത്ത് കാണുമ്പോൾ കമന്റ് ടെൽ മീ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഡൗൺഫോൾ ആയിരുന്നു. സോ ആഫ്റ്റർ പടം കണ്ടതിന് ശേഷം ഐ റിയലൈസ്ഡ് then I started working out, I started doing boxing. അല്ലെങ്കിൽ സംതിങ് ഇറ്റ്സ് എ റിഡംഷൻ കൈൻഡ് ഓഫ് എ ഫിലിം. നമ്മൾ ഒരു ഡൗൺഫോളിൽ ഇരുന്ന് അത് പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ ഒരു റൈസ് ആവുന്ന ഒരു ക്യാരക്ടറാണ് ആ പടം. സോ അങ്ങനെ ലൈഫിൽ നിറയെ പേർക്ക് ഒരു അവേക്കനിങ് പോലെയായിരുന്നു അവർ ഇൻസ്പയറിങ് ഫിലിമായിട്ടാണ് കണ്ടത്. സോ അങ്ങനെ കണ്ട് അവർ ലൈഫിൽ ട്രാൻസ്ഫോം ആയ കുറേ പീപ്പിളെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദേ കേം മെറ്റ് മീ വെൻ വരാൻ. സോ അവർ വന്ന് ഇങ്ങനെ പറയുമ്പോൾ വളരെ ഒരു സന്തോഷം. ഓക്കെ, നമ്മ ഒരു പടത്തിന്റെ ബിക്കോസ് ഓഫ് എ ഫിലിം നമ്മൾ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റി, അവരെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. സോ വെരി ഗുഡ്. തിയേറ്ററിൽ റിലീസ് പക്ഷേ മിസ്സായല്ലേ? സോ ഹോപ്പ്ഫുള്ളി പാർട്ട് 2 എന്തായാലും തിയേറ്ററിലുണ്ടാവും. വെട്ടുവും കൂടെ വരുന്നുണ്ടല്ലോ. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഹ്യൂജ് എക്സ്പെക്ടേഷനുള്ള സിനിമയാണ്, ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ്. എന്താ ഇപ്പൊ പറയാൻ പറ്റുന്ന സിനിമ? പിന്നെ അത് വന്നിട്ട് അഗൈൻ പാരഞ്ജിത്ത് ഫിലിം, ഒരു ഇറ്റ്സ് ഓൾസോ എ സ്പോർട്സ് ബേസ്ഡ് ഫിലിം. സാർപ്പട്ടയിൽ ഒരു വേൾഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ബോക്സിംഗ് വേൾഡ്, സാർപ്പട്ട പരമ്പര എന്ന് പറയുന്ന ഒരു വേൾഡ്. അതേപോലെ ഈ വേട്ടുവോമിൽ അങ്ങനെ ഒരു വേൾഡ്, ഒരു ന്യൂ വേൾഡ് ആയിട്ട് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സയൻസ് ഫിക്ഷൻ ടു ഇറ്റ്, ആംഗിൾ ടു ഇറ്റ്. ഇത് വന്ന് ഒരു ബിഗിനിങ് വേൾഡ്. സോ ഇത് ഓഡിയൻസിനെ എങ്ങനെ റീച്ച് ആകുന്ന നോക്കിയിട്ട് ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് വേൾഡ്. വി ക്യാൻ ഹാവ് ലോട്ട് ഓഫ് സ്പിൻ ഓഫ് ഫ്രം ദിസ് ദ വേൾഡ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. അതേ സമയത്തിൽ ഒരു സ്പോർട്സ് ബേസ്ഡ്, നോട്ട് ഒരു മിത്തോളജിയോ അങ്ങനെ വലിയ ഒരു ഇതില്ല. ബട്ട് ഇറ്റ്സ് എ സ്പോർട്സ് ബേസ്ഡ് ഫിലിം, ബട്ട് റൂട്ടഡ് ടു കൾച്ചർ. അങ്ങനെ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റുമോ, രാജാറാണി ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിൽ കേരളത്തിൽ ഹിറ്റായ സിനിമയാണ്. അത്രയധികം ഓഡിയൻസ് സിനിമ കാണാനായിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സിനിമ കാണുന്നത് ഒരു മാറ്റിനി ഷോയ്ക്ക് സെക്കൻഡ് റോയിൽ ഇരുന്നിട്ടാണ്. ടിക്കറ്റ് കിട്ടാൻ വീക്ക് ഡേ സ്കൂളിൽ നിന്ന് പോയി കോളേജ് ആ സമയത്ത് കാണുന്നുണ്ടായിരുന്നു. ഈ രാജാറാണി ഒരു പക്ഷെ അതൊരു ടോട്ടൽ പാക്ഡ് മൂവിയാണ്. ഹൈ ഉണ്ട്, ലോ ഉണ്ട്. എന്നാൽ ഇതിന്റെ ഈ എഡിറ്റ് പാറ്റേണിൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയപ്പോഴത്തേക്കും സിനിമ പുതിയ ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആറ്റ്ലിയോടൊപ്പം അന്ന് വർക്ക് ചെയ്യുന്നു. ഉറപ്പായിട്ട് അവിടെ നിങ്ങൾ രണ്ടുപേരുടെ ജേണിയും 2 തരത്തിൽ വലിയ ജേണി ആയിരുന്നു. ഈ ആറ്റ്ലി ആസ് എ മേക്കർ അന്ന് ഒബ്സർവ് ചെയ്തിരുന്നത് രാജാറാണി എന്ന മൂവി ഫസ്റ്റ് ഷോ കഴിഞ്ഞുള്ള റെസ്പോൺസ് എന്തോ? ഇറ്റ് ഈസ് വെരി ഗുഡ് ബിക്കോസ് പടം ചെയ്യുമ്പോൾ തന്നെ വി ഹാഡ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഒരു റോം കോം, നല്ലൊരു ഇമോഷണൽ റോം കോം വർക്ക് ആവുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി ദ മൂവിയുടെ റിസൾട്ട്. പിന്നെ അതിനുശേഷം എനിക്ക് ഒന്നും അങ്ങനെ ഒരു റോം കോം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബട്ട് റൈറ്റ് നൗ ഐ ഡിഡ് ഒരു റോം കോം ചെയ്തിരുന്നു, ആര്യ 14 ടൈറ്റിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഡയറക്ടർ വന്നിട്ട് മലയാളം ഡയറക്ടറാണ്, നിഖിൽ മുരളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രണയ വിലാസം എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തു. സോ ഐ ഹവ് സീൻ ദാറ്റ് ഫിലിം. സോ ഐ റിയലി ലൈക്ക് ദാറ്റ് ഫിലിം. വളരെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഒരു ഫിലിമായിരുന്നു. സോ ഞാൻ ഈ അനന്തൻ കാട് ഷൂട്ടിംഗ് ടൈമിൽ ഐ മെറ്റ് ഹിം. അങ്ങനെ ഒരു സ്റ്റോറി പറയാൻ വന്നിട്ട് ദെൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞു. സോ ഐ റിയലി ലവ് ദാറ്റ് സ്റ്റോറി. ബട്ട് ഇറ്റ്സ് എ തമിഴ് സ്റ്റോറി, തമിഴ് ഫിലിം only.
So I really liked it. Then I said, let's do it. But ആ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞു. So it's a nice film. Nikila Vimal, she's acting one character, and Vaishnavi Chaitanya തെലുഗിലുള്ള ഒരു actor. ഓക്കെ. So it's a proper rom-com, feel good. നിഖിൽ മുരളിന്റെ ആ ഒരു എലിമെന്റ്സ് ഒക്കെ വെച്ചിട്ട് it's come out really well. So ഈ year it will also release. ഈ ഇത്രയും ഏരിയകൾ, ആക്ടർ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂഷൻ, സിനിമയെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു, അതിന്റെ പാർട്ടാവാൻ ആഗ്രഹിക്കുന്ന ആളെന്ന രീതിയിൽ അവസാനമായിട്ട് ചോദിക്കുകയാണ്, എപ്പോഴും ഒരു നമ്മുടെ ഒരു ജേണിയെ കുറിച്ച് നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, ഇതിന്റെ ഒരു ലോങ് ഗോയിങ് പ്രോസസ്സിൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എനിക്ക് എന്ത് അച്ചീവ് ചെയ്യണം. അത് രണ്ടു തരത്തിലുണ്ട്. പ്ലാനിൽ പോകുന്നവരുണ്ട്, സംഭവിക്കുന്ന പോലെ പോകുന്നവരുണ്ട്. ആര്യയുടെ ഒരു സിനിമ കരിയർ ജേണി, അതിന്റെ ഒരു വിഷൻ എന്തായിരിക്കും ശരിക്കും? Nothing. See, I'm taking it one at a time. ഇങ്ങനെ ഒരു വലിയൊരു 5 years plan, 10 years plan ഒന്നുമില്ല. We want to do good films, stay connected with the audience. So അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. So taking one film at a time. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. Thank you. പറഞ്ഞ പോലെ അനന്തങ്കാട് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. ആര്യ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ആര്യക്ക് ഇഷ്ടമുള്ള പോലെ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. Thank you.